ഭാഗമായിട്ടുള്ള മൂവാറ്റുപുഴ ARU പരിപാടികളുടെ ഔദ്യോഗികമായ ആരംഭം കുറിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു മൗന പ്രാർത്ഥനയോടെ ആരംഭം. ദിനത്തോടനുബന്ധിച്ച് പെൻഷൻ കൂട്ടായ്മ ഒരു പെൻഷൻ വാരം തന്നെ ആചരിക്കുകയാണ്. ഡിസംബർ 16 മുതൽ 21 വരെ. ഇതില് മൂവാറ്റുപുഴ ARUവിന്റെ പ്രവർത്തനങ്ങള് 17-ാം തീയതി തന്നെ ആരംഭിച്ചു. നമ്മുടെ ഏറ്റവും സീനിയർ മെമ്പറായിട്ടുള്ള ശർമ്മ സാറിന്റെ വീട്ടിലെത്തി സാറിന് ആശംസകളും അതേപോലെയുള്ള സാറിന്റെ സന്തോഷ പ്രകടനങ്ങളും എല്ലാം ഉൾപ്പെടെ അത് വളരെയേറെ ഭംഗിയാക്കാനും എന്ന് ഓർമ്മത്തക്ക വിധത്തിലോ ആക്കാനുമായിട്ട് പങ്കെടുത്തവര് പ്രത്യേകം അഭിനന്ദിക്കാൻ ആദ്യമേ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് KSEB പെൻഷനേഴ്സിന് വേണ്ടി ശാസ്ത്ര പുരോഗതിക്കനുസരിച്ച് നമ്മുടെ നടപടിക്രമങ്ങളെയും നമ്മൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെയും ഏറ്റവും സുതാര്യമാക്കാനും അതുപോലെ ഏറ്റവും ലളിതമാക്കാനും വേണ്ടി പ്രയത്നിച്ച് ഈ സേവന മേഖലയില് നാഴികക്കല്ലുകൾ സ്ഥാപിക്കാനും എന്നും ഓർത്തിരിക്കത്തക്ക നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും കഴിഞ്ഞ ഈ 3 വർഷം കൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് കിട്ടേണ്ട സേവനങ്ങളെ ഏറ്റവും നിഗൂഢമാക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയൊന്നും രംഗത്തേക്ക് അവതരിപ്പിക്കാതെ ഇരുന്നുകൊണ്ടിരുന്നതിനൊക്കെ കനത്ത ഒരു വെല്ലുവിളിയായിട്ടും എന്നും ഓർമ്മയ്ക്കത്തക്ക പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന നമ്മുടെ ഈ കൂട്ടായ്മയുടെ മാസ്റ്റർ ട്രസ്റ്റ് ലീഗൽ സമിതി കൺവീനർ രാധാകൃഷ്ണൻ സാറിന് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത നമ്മുടെ ജില്ലാ സെക്രട്ടറി ശിവദാസ് സാറിന് യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ജില്ലാ സംസ്ഥാന ഭാരവാഹികള് പിന്നെ ഈ വളരെയേറെ ത്യാഗം സഹിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഓരോ പെൻഷൻ സുഹൃത്തുക്കളും എല്ലാവർക്കും വളരെ കൃത്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും കൂടി ഒരിക്കൽ കൂടി കൃത്യമായി തന്നെ സ്വാഗതം ചെയ്യും. അടുത്തത് നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം ശിവദാസ് സാർ ജില്ലാ സെക്രട്ടറി നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജോർജ് സാർ, വിശദീകരണം ഈ പെൻഷൻ വാരാചരണത്തിന്റെ വിശദീകരണം നടത്തുന്ന ശ്രീ ലീഗൽ സമിതി കൺവീനറായിട്ടുള്ള രാധാകൃഷ്ണൻ, പ്രിയമുള്ള കൂട്ടായ്മ അംഗങ്ങൾ, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ നവംബർ മാസം വരെയുള്ള കാലയളവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതാ സദസ്സിന്റെ കാലമായി. ജാഗ്രതാ സദസ് നമ്മൾ നടത്തിയത് 14 ജില്ലകളിലായിട്ട് നമ്മുടെ ജാഗ്രതാ സദസ് 14 ജില്ലകളിൽ 12 ജില്ലാ കേന്ദ്രങ്ങളിൽ 2 ജില്ലകൾ ഒഴികെ 12 ജില്ലാ കേന്ദ്രങ്ങളിൽ നമ്മൾ ജാഗ്രതാ സദസ്സുകൾ നടത്തുന്നുണ്ടായി. ഈ ജാഗ്രതാ സദസ്സുകളിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ ജീവനക്കാരിലും പെൻഷൻകാരിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം എന്ന നിലയിലും മണിയാർ ജലവൈദ്യുതി പദ്ധതി വൈദ്യുതി ബോർഡ് ഏറ്റെടുക്കണം എന്ന് പറയുന്ന വിഷയം ആദ്യമായി കേരള സമൂഹത്തെ അറിയിച്ചത് നമ്മുടെ സംഘടനയായ കൂട്ടായ്മ. അപ്പൊ ഇന്ന് ഈ വിഷയം കേരളത്തിലാകെ ചർച്ച വിഷയമാകുന്നതിന് അടിസ്ഥാനമായി ഈ വിഷയത്തെ ഈ കേരളത്തിൽ അവതരിപ്പിച്ചത് നമ്മളാണ്. ആ വിഷയം ഇന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണുകയും നമ്മുടെ ജാഗ്രതാ സദസ്സിന്റെ അവസാന സമ്മേളനത്തിൽ ജോസഫ് സി മാത്യു ഒക്കെ ഉള്ള ആളുകൾ അത്തരം കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുകയും ആ ചർച്ച കേരളത്തിലെ മാധ്യമരംഗം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യാൻ ഇടവരുത്തുകയൊക്കെ ചെയ്തുകൊണ്ട് അത് ഏത് നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരവും നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പൊ ആ വിഷയം അത്ര സജീവമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ വിഷയത്തിൽ നമ്മുടെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് പെൻഷൻ സുരക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിസംബർ 17 ദേശീയ പെൻഷൻ ദിനമായ ഡിസംബർ 16 മുതൽ 17 വരെയുള്ള ഈ കാലയളവ് 21 വരെയുള്ള കാലയളവ് നമ്മള് പെൻഷൻ സംരക്ഷണ വാരമായി ആചരിക്കുന്നു. ഈ പെൻഷൻ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിൽ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മള് പ്രവർത്തിക്കുന്നതും. ആ പ്രവർത്തനത്തിന്റെ ഏറ്റവും അവസാനത്തെ
ബാക്കിയാണ്, അവസാന പ്രവർത്തനത്തിന്റെ ഫലമാണ് നാം ഇന്ന് പറയുന്ന 6/9 സർക്കാരിന്റെ ഉത്തരവ്. ആ ഉത്തരവിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നുള്ളതുകൊണ്ടും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടും ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കാലികമായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിശദീകരണത്തിന് വേണ്ടിയിട്ട് രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുക. ആദരണീയനായ അധ്യക്ഷൻ, ഈ വിശദീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പെൻഷേഴ്സ് കൂട്ടായ്മയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ വിജയ് ശിവദാസൻ, മൂവാറ്റുപുഴയിൽ നിന്നുള്ള ബഹുമാന്യരായ പെൻഷനേഴ്സ് കൂട്ടായ്മ അംഗങ്ങളെ, സംസ്ഥാന ഭാരവാഹികളെ, സുഹൃത്തുക്കൾ, വളരെ ദീർഘമായ ഒരു സംസ്ഥാനത്തിനുള്ള സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്നിരുന്നാലും പെൻഷൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാലികമായ ചിത്രം എന്താണ്, അല്ലെങ്കിൽ വൈദ്യുതി മണ്ഡലത്തിലെ വർത്തമാനകാല സംഭവങ്ങൾ ഏത് രീതിയിലാണ് ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉള്ള 60,000-ഓളം വരുന്ന ജീവനക്കാരും പെൻഷൻകാരും ഉൾപ്പെട്ട ആളുകളെയും ബാധിക്കുക എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയെ മറികടക്കുവാൻ KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ കഴിഞ്ഞ 3 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും എന്താണ് എന്ന് വിശദീകരിക്കുന്നത് ഈ പെൻഷൻ ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഞാനങ്ങനെ പറയാൻ കാരണം, വൈദ്യുതി ബോർഡ് പെൻഷൻ ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ട് അധിക നാളൊന്നുമായി. അത് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആവിർഭാവത്തോടു കൂടിയാണ് വ്യാപകമായി പെൻഷൻ ദിനം ആചരിച്ചത്. പെൻഷൻ ദിനം എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു പശ്ചാത്തലം നിങ്ങൾക്കറിയാം. അത് 1982 ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വളരെ നിർണായകമായ, പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ കോടാനുകോടി പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ ആ വിധി പറയുന്നത്, പെൻഷൻ എന്ന് പറയുന്നത് ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച അല്ലെങ്കിൽ വിരമിച്ച ജീവനക്കാരന്, പെൻഷനർക്ക് ആ എംപ്ലോയർ അല്ലെങ്കിൽ തൊഴിൽദായകൻ, അവരുടെ മുൻകാല തൊഴിൽദായകൻ കൊടുക്കുന്ന ഔദാര്യമല്ല പെൻഷൻ, മറിച്ച് അത് പിരിഞ്ഞുപോയ ജീവനക്കാരന്റെ അവകാശമാണ്. അത് കൊടുക്കുവാൻ അവന്റെ മുൻകാല തൊഴിൽദാതാവ് ബാധ്യത. അങ്ങനെ അത് പാലിക്കുന്നില്ലെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമപരമായ മാർഗങ്ങളിലൂടെ ഈടാക്കാവുന്നതാണ് എന്നും വിധിച്ചതാണ്. ഈ കഴിഞ്ഞ 2-3 കൊല്ലമായി നമ്മൾ പെൻഷൻ ദിനം ആചരിക്കും. ഈ പെൻഷൻ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വൈദ്യുതി ബോർഡിൽ ഏകദേശം 38 കൊല്ലം മുമ്പ് രൂപീകരിച്ച ഒരു പെൻഷൻ സംഘടന. ആ പെൻഷൻ സംഘടനയിൽ അവരുടെ അവകാശവാദം അനുസരിച്ച് അവർ പറയുന്നത് 40,000 പെൻഷൻകാരിൽ 30,000-ഓളം പെൻഷൻകാർ അവരുടെ അംഗങ്ങളാണ്. പക്ഷെ ഇന്ന് ആ പെൻഷൻ സംഘടനയ്ക്ക് സ്വന്തമായൊരു പെൻഷൻ ദിനം ആചരിക്കാൻ പോലും ശക്തിയില്ലാത്ത തരത്തിലേക്ക് അധപ്പതിക്കുവാനുണ്ടായ കാരണം എന്താണ് എന്ന് വൈദ്യുതി ബോർഡിലെ 40,000-ലധികം വരുന്ന പെൻഷൻകാരും ഇന്ന് വൈദ്യുതി ബോർഡിൽ ജോലി ചെയ്യുകയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് അർഹരായിട്ടുള്ള വൈദ്യുതി ബോർഡ് കമ്പനിയാവുന്ന സമയത്ത് ജോലിയിലുള്ളവരും ഇപ്പോൾ തുടരുന്നവരുമായ ആളുകൾ പുനർവിചിന്തനം ചെയ്യേണ്ടതാണ്. ഇപ്രാവശ്യത്തെ പെൻഷൻ ദിനത്തിന് മുമ്പ്
നവംബർ മാസം 1-ാം തീയതി വൈദ്യുതി ഓഫീസുകൾക്ക് മുമ്പിൽ നാഷണൽ കോർഡിനേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എഞ്ചിനീയേഴ്സ് ആൻഡ് എംപ്ലോയീസ് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ദിനം PA ഏറ്റെടുത്തുകൊണ്ട് കിടന്നു. വൈദ്യുതി ബോർഡിലെ ഒരു സംഘടന പറയുകയാണ്, പെൻഷൻകാരന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കൂട്ടം സംഘടനകൾ ഞങ്ങൾക്ക് ഉറപ്പു നൽകി. അപ്പോ അതുകൊണ്ട് 1-ാം തീയതി പ്രതിഷേധ ദിനം, 29-ാം തീയതി 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ധർണ. 29-ാം തീയതി 29-ാം തീയതിയിലെ ധർണ. ആ ധർണയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ആവശ്യം, പവർ സെക്രട്ടറി, കേരളത്തിന്റെ പവർ സെക്രട്ടറി 1/11/23 ഇറക്കിയ ഉത്തരവ് റദ്ദാക്കുക. രണ്ടാമത്തെ ആവശ്യം എന്തായിരുന്നു? 6/9/23 ഊർജ സെക്രട്ടറി ഇറക്കിയ പെൻഷൻ അസ്ഥിരപ്പെടുത്തുന്ന ഉത്തരവ്, കൂട്ടായ്മ സമ്പാദിച്ച ഉത്തരവ് റദ്ദാക്കുക. മൂന്നാമത്തെ ആവശ്യം എന്തായിരുന്നു? 2016-ലെയും 2021-ലെയും ദീർഘകാല ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് സർക്കാർ അംഗീകാരം. ഈ 3 ഡിമാൻഡുകളിൽ നിന്ന്, ഈ 3 ആവശ്യങ്ങളിൽ നിന്ന് ആ സംഘടനയെയും ആ സംഘടനയെ ദത്തെടുത്തിരിക്കുന്ന NCCOE എന്ന് പറയുന്ന സംഘടനയുടെയും വാപ്പരത്വം കരുണാമലകം പോലെ, പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എന്താ കാരണം? 1/11/23 പവർ ഊർജ വകുപ്പ് സെക്രട്ടറി UT സർക്കാരിലേക്ക് അടയ്ക്കാൻ എന്ന് പറയുന്ന എക്സ്പ്ലനേറ്ററി നോട്ടിന്റെ ഉദ്ദേശത്തോടുകൂടി, ആമുഖത്തോടുകൂടി ഇലക്ട്രിസിറ്റി ബോർഡിലെ 19,000 പെൻഷൻകാരന്റെയും ജീവനക്കാരന്റെയും 40,000 പെൻഷൻകാരന്റെയും ഭാവി പെൻഷൻ ബാധ്യതയിൽ വരുന്ന അധിക ബാധ്യത ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാ വർഷവും മാസ്റ്റർ ട്രസ്റ്റ് അടയ്ക്കണം, നിക്ഷേപിക്കണം എന്ന് പറയുന്ന അന്ന് വരെ നിലവിലുണ്ടായിരുന്ന 6-9 എന്ന് പറയുന്ന വ്യവസ്ഥ പ്രകാരം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള 28/1/2015 ട്രാൻസ്ഫർ സ്കീമിന്റെ ഭേദഗതി ആ വകുപ്പുകൾ മൊത്തം ഒഴിവാക്കിക്കൊണ്ട് റദ്ദ് ചെയ്തു. അങ്ങനെ റദ്ദ് ചെയ്ത ആ സർക്കാർ വിജ്ഞാപനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് 29-ാം തീയതി ഉത്തരവ് റദ്ദാക്കാൻ ഇറങ്ങി ധർണ റദ്ദായിപ്പോയ ആളുകൾ ആലോചിക്കണം. അവസാനം NCCOE എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇത് പൂർണ്ണരൂപം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ അതെന്തായി? NCCOE എന്നായി. NCCOE പെൻഷൻകാരൻ എന്താ കഴിഞ്ഞത്? ആ സംഘടനയിലുള്ള ആളുകളാണ് തെണ്ടി വെച്ചിട്ടില്ലേ? അപ്പോ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഒസ്യത്ത് കൊടുത്തുകൊണ്ട് തങ്ങളുടെ അവകാശം എന്താണെന്നറിയാത്ത, തങ്ങളുടെ സംഘടനയുടെ ബലം എന്താണെന്നറിയാത്ത, എന്താണ് മാസ്റ്റർ ട്രസ്റ്റ് എന്നറിയാത്ത, ത്രികക്ഷി കരാർ ബഹിഷ്കരിച്ച, പെൻഷൻ ഫണ്ട് ബഹിഷ്കരിച്ച മാസ്റ്റർ ട്രസ്റ്റ് അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് ത്രികക്ഷി കരാർ ബഹിഷ്കരിച്ചു പോയ ഈനാം വേച്ചിയും മരപ്പട്ടികളും കൂടി പുതിയ മുന്നണി ഉണ്ടാക്കി പെൻഷൻ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ജുഗുപ്സാവഹമായ, ലജ്ജാകരമായ, നാണം കെടുത്തുന്ന ചുറ്റുപാടുകിട്ടേക്ക് കേരളത്തിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSE പരിസരങ്ങൾ ആസ്വദിച്ചു. എന്തായി ഉത്തരവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? നിങ്ങൾക്ക് പത്രം വായിച്ചു കാണും. കേരളത്തിലെ എല്ലാ ദിനപത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. KSE പെൻഷനേഴ്സ് കൂട്ടായ്മ ഉത്തരവിറക്കി 2 ആഴ്ചക്കകം സസ്പെൻഡ് ചെയ്യിച്ച് ഇന്നും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കയ്യിൽ, സംസ്ഥാനത്തെ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന
ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി കിട്ടുന്നത് കൊണ്ട് വൈദ്യുതി ബോർഡിലെ പെൻഷൻ മുടങ്ങാതിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് തലയ്ക്കത് താഴ്ത്താമസമുള്ള ആരെങ്കിലും ഈ പെൻഷൻകാരിലോ ജീവനക്കാരിലോ ഉണ്ടെങ്കിൽ അവർ തിരിച്ചറിയണം. ഇന്നത്തെ വർത്തമാന പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൊല്ലം 1 കഴിഞ്ഞിട്ടും എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിയാത്ത സർക്കാരിനോട് ഇന്നലെ കേരള ഹൈക്കോടതിയിലെ ബഹുമാന്യനായ ജസ്റ്റിസ് DK സിംഗ് പറഞ്ഞിരിക്കുകയാണ്, 2 ആഴ്ചക്കകം സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ 30,000 രൂപ പിഴയടയ്ക്കണം. ആ പിഴ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കി കോടതിയിൽ അടയ്ക്കണം. ഇത്രയും ചെയ്തുകൊണ്ട്, ഇത്രയും സുശക്തമായി നിരന്തരമായി നിങ്ങൾ നടത്തുന്ന ആണ്ടുബലി സമരം നടത്താൻ ഇറങ്ങിയിരിക്കുന്ന ആളുകൾ ഞങ്ങൾ 2021 നവംബർ 1 മുതൽ കേരളത്തിലെ വൈദ്യുതി ബോർഡിലെ ദീർഘകാല കരാറും ട്രാൻസ്ഫർ സ്കീമും അതുമായി ബന്ധപ്പെട്ട രേഖകളും അതിന്റെ നിയമപരമായ സാധുതയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യക്ഷ സമര പരിപാടികളുമായി കഴിഞ്ഞ 15, 3, 18, 1085 ദിവസം സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് KSCB പെൻഷൻസ്. അതാണ് KSCB പെൻഷൻസ്. ഇനി ഈ ഉത്തരവ് ഇറക്കുന്നതിന് മുമ്പ് ഈ NCC OEP-കാരന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി 2023 കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് എഴുത്തും വായനയും അറിയാവുന്ന ഏതെങ്കിലും ഒരു തരാ കൂട്ടത്തിലുണ്ടെങ്കിൽ എടുത്തു വായിച്ചിട്ടുണ്ട്. ആ ബജറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിലവിലുള്ള 2ാം കൈമാറ്റ ഭേദഗതി പ്രകാരം 28/1/2015 കേരള സർക്കാർ അന്നത്തെ ഊർജ വകുപ്പ് സെക്രട്ടറി ഇറക്കിയ വിജ്ഞാപന പ്രകാരം, അന്നാരും ഇല്ലായിരുന്നല്ലോ, 35ഉം 65ഉം തോണ്ടി നടക്കുന്ന ഈ തെമ്മാടികൾ അന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നില്ലേ? നിന്റെയൊക്കെ ഒരു അനുവാദവുമില്ലാതെ, നിന്നെയൊന്നും അറിയിക്കാതെ രാത്രിക്ക് രാത്രി രാമായണം ഈ ഭേദഗതിയിൽ നിന്ന് 65%, 35% അടിച്ചു മാറ്റിയപ്പോൾ മലർന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന, മൃഷ്ടാനം ഭുജിച്ച് പാവപ്പെട്ട പെൻഷൻകാരന്റെ കഴിയുന്ന മാസം തോറും 200 രൂപ കൊള്ളയടിച്ചുകൊണ്ട് ഇൻഷുറൻസിന്റെ പേരിൽ 3 കോടി രൂപ വെട്ടിച്ച മഹാന്മാർ ഉറങ്ങിക്കൊണ്ടിരുന്ന നേരത്ത് ഈ വിജ്ഞാപനം ഭേദഗതി ചെയ്തിട്ട് ഈ വൈദ്യുതി ബോർഡിൽ ആരും ചോദിക്കാനില്ല, ഒരു ട്രേഡ് യൂണിയനും ചോദിക്കാനില്ല, ഒരു പെൻഷൻ സംഘടനക്കാരനും ചോദിക്കാനില്ല. അങ്ങനെ ഇറക്കാമെന്ന് കരുതി ബജറ്റിൽ അതിനു മുമ്പ് തന്നെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് നിലവിലുള്ള വിജ്ഞാപനമനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് കൈവശം വയ്ക്കാവുന്ന, പെൻഷൻ ആവശ്യത്തിന് കൈവശം വയ്ക്കാവുന്ന ഡ്യൂട്ടിയുടെ സമയപരിധി കഴിഞ്ഞതുകൊണ്ട് 1/11/23 മുതൽ ഇലക്ട്രിസിറ്റി ബോർഡ് ട്രഷറിയിൽ കാശടയ്ക്കണം എന്ന് ആദ്യം പറഞ്ഞു. ആരാദ്യം പറഞ്ഞത്? പവർ സെക്രട്ടറി അല്ല, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരള നിയമസഭയിൽ പാസാക്കിയ ബജറ്റിൽ അങ്ങനെ കിട്ടുന്ന 600 കോടി രൂപയിൽ പരം അധികം വരുന്ന ഡ്യൂട്ടിക്ക് ധനവിനിയോഗം നിശ്ചയിച്ചിട്ടുണ്ട്. ധനാഗമത്തിൽ അത് കൂട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 23-24 സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ സാമ്പത്തിക നിർവഹണങ്ങൾ നിശ്ചയിച്ചത്. ഇതറിയാതെ കൂട്ടത്തിൽ പഠിച്ചവരാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് കോളാമ്പി പ്രസംഗം നടത്തിയ ഈ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയന്റെ സെക്രട്ടറി ഉണ്ടല്ലോ, ആ സെക്രട്ടറി അറിഞ്ഞില്ലേ ഇത്? ആ സെക്രട്ടറിക്ക് പ്രതിഷേധമില്ലായിരുന്നോ? ഞാനിത് പറയുന്നത് ഊർജ വകുപ്പ് സെക്രട്ടറി റദ്ദാക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഉത്തരവ് കൂട്ടി പിടിച്ചെടുക്കാൻ വേണ്ടി അതിന് 9 മാസം മുമ്പ്, ഒരു മനുഷ്യജീവിയുടെ ഒരു ഗർഭായുസിന് മുമ്പ് ഇറക്കിയ ഉത്തരവ് ഇന്നാട്ടിലെ ഈ കുറുമുന്നണിക്കാരും കണ്ടില്ലേ?
ആ ഉത്തരവ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് 11 അവധികളിൽ കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കാത്തത് കൊണ്ട് കഴിഞ്ഞ മാസം അനിശ്ചിതമായി സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇനിയൊരു ഉത്തരവ് ഉണ്ടാവുന്നതുവരെ അത് പ്രാബല്യത്തിലുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി ബോർഡിൽ നിന്ന് പെൻഷൻ മുടങ്ങാതിരിക്കുന്നത്. ഇത് പറയുന്നത് പെൻഷനേഴ്സ് കൂട്ടായ്മയല്ല. കേരളത്തിലെ വൈദ്യുതി ബോർഡിന്റെ CMD ആയിരുന്ന കഴിഞ്ഞ CMD ആയിരുന്ന ശ്രീ രാജൻ ഗബ്രഗണെ, അദ്ദേഹം ഊർജ വകുപ്പ് സെക്രട്ടറിക്ക് എഴുതിയ ഒരു കത്തുണ്ട്. 12/7/2023 കേരളത്തിലെ ഊർജ വകുപ്പ് സെക്രട്ടറിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ CMD എഴുതിയ 4 പേജ് കത്തുണ്ട്. ഒരു ഡെമി ഒഫീഷ്യൽ അർത്ഥ ഔദ്യോഗിക കത്ത്. ആ കത്ത് വായിക്കണം. ആ കത്തിൽ പറയുന്നത് ഡ്യൂട്ടി 10 വർഷത്തേക്ക് കൂടി നീട്ടി തന്നില്ലെങ്കിൽ 22,000 കോടി രൂപയുടെ അധിക കടപ്പത്രം സർക്കാർ അനുവദിക്കുന്നില്ലെങ്കിൽ വൈദ്യുതി ബോർഡിലെ 40,000-ഓളം വരുന്ന പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയില്ല. ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതി. ഡ്യൂട്ടി തിരിച്ചു കൊണ്ടുപോയാൽ പെൻഷൻ മുടങ്ങും. ഇത് എഴുതിയിരിക്കുന്നതാണ്, ഇത് രേഖയാണ്. ആ 2 രേഖകളിലും 1/11/23 മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയും ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ CMDയും അസന്ദിഗ്ധമായി പറഞ്ഞിട്ട് ആ പെൻഷൻ ഇന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം കേവലം 3 വയസ്സുള്ള KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടന. ഇത് തിരിച്ചറിയണം. അവനവന്റെ ജീവിതത്തെ കുറിച്ച്, അവനവന്റെ നിലനിൽപ്പിനെ കുറിച്ച്, അവനവൻ വാങ്ങി കഴിക്കേണ്ട ഭക്ഷണത്തെ കുറിച്ച്, അവനവന്റെ ആരോഗ്യം നിലനിർത്താൻ കഴിക്കേണ്ട മരുന്നിനെ കുറിച്ച് ബോധ്യമുള്ള ഒരു പെൻഷൻകാരനുണ്ടെങ്കിൽ അവനത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് ആത്മഹത്യാപരമാണെന്ന് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരനും പെൻഷൻകാരനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിഞ്ഞതിന്റെ ലക്ഷണമാണ് ഇന്ന് കേരളത്തിന്റെ വൈദ്യുതി മണ്ഡലവുമായി ബന്ധപ്പെട്ട, പെൻഷനുമായി ബന്ധപ്പെട്ട KSEB ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിലനിൽപ്പിന്റെ പ്രതീക്ഷയുടെ ഗോപുരമായി കേരളത്തിന്റെ പൊതുസമൂഹം, കേരളത്തിന്റെ ഒരു മാധ്യമം പറയുകയാണ്. രഹസ്യമായി നടത്തിയ മണിയാർ പോലെയുള്ള നീക്കങ്ങൾ ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയാണെന്ന് ഒരു പത്രം അതിന്റെ ലക്ഷോപലക്ഷം വായനക്കാരെ അറിയിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സംഘടന വളർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കൊരു കീയും വേണ്ട. ഞങ്ങൾക്ക് പെൻഷൻകാരിൽ നിന്ന് മാസത്തോറും പണം പിരിച്ച് ജീവിക്കുന്നവരല്ല. ഞങ്ങൾ പരാന്നഭൂതികളല്ല. ഞങ്ങൾക്ക് കിട്ടുന്ന പെൻഷനിൽ നിന്ന് ജീവിക്കാൻ നിശ്ചയിച്ചുറച്ചിട്ടുള്ളവരും ആ പെൻഷൻ നിലനിർത്താൻ നിശ്ചയിച്ചുറച്ചിട്ടുള്ളവരും. അതിന് ഞങ്ങളുടെ മരണം വരെ പോരാടാനുള്ള ആത്മവീര്യം ഈ സ്ഥാപനത്തിലെ പൂർവകാല സംഘടനാ ചരിത്രം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ കരുത്ത്. അപ്പോൾ ആ ഓർഡർ ഇന്ന് അനിശ്ചിതമായി തടുത്തു. അതിനിടയ്ക്ക് ധനകാര്യ വകുപ്പ് എന്ത് ചെയ്തു? കടമെഴുതി തള്ളാൻ ഒരുത്തരം. കടമെഴുതി തള്ളാനുള്ള ബാക്കി ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. 5,861 കോടി രൂപ പെൻഷൻ ആവശ്യത്തിന് കിട്ടിയ ഇലക്ട്രിസിറ്റി ബോർഡ് 1 പൈസയും മാസ്റ്റർ ട്രസ്റ്റിൽ അടച്ചില്ലെങ്കിലും അതിനേക്കാൾ അധികം 1,200 കോടി രൂപ സബ്സിഡി ഉൾപ്പെടെ കഴിഞ്ഞിട്ട് കൈവശം വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ സർക്കാരിന്റെ കറണ്ട് ചാർജ് തള്ളാൻ പോകും. പക്ഷേ ഇങ്ങനെ ഒരു ഉത്തരവ് സസ്പെൻഷനിൽ ഇരിക്കുമ്പോൾ പിറ്റേ മാസം മുതൽ ഡ്യൂട്ടി അടയ്ക്കണം എന്ന് പറയുന്ന ഉത്തരവിറക്കിയത് നിയമപരമായ തോന്നിയാസമാണ്. അതിനെതിരെ KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ കേരള ഹൈക്കോടതിയിൽ കോടതി അലക്ഷ്യ കേസ് കൊടുത്തു. കോടതി അലക്ഷ്യ കേസ് കേരളത്തിന്റെ പവർ സെക്രട്ടറിക്കും അതിനെ തുടർന്ന് ബോർഡ് ഓർഡർ ഇറക്കിയ കേരളത്തിന്റെ വൈദ്യുതി ബോർഡിന്റെ CMDക്കും ആ ഉത്തരവിറക്കിയ ധനകാര്യ വകുപ്പ് സെക്രട്ടറിക്കുമെതിരെ ഇന്ന് കേരള ഹൈക്കോടതി കോടതി അലക്ഷ്യ കേസ് പരിശോധിക്കുകയാണ്.
ആ കോടതി അലക്ഷ്യ കേസ് ജനുവരി മാസത്തേക്ക് വെച്ചിരിക്കുന്നു. കോടതി അലക്ഷ്യ കേസ് പരിഗണിക്കാതിരിക്കാനുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനൽ പെറ്റീഷനായ ഈ 6-9 വ്യവസ്ഥകൾ, ഫണ്ടിംഗ് വ്യവസ്ഥകൾ ഡ്യൂട്ടി എടുക്കാനുള്ള രൂപത്തിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഉണ്ടാകാം. അതുകൊണ്ട് കോടതി കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്ത് ചെയ്യുന്നത്? എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുക. അതാണ് അതിന്റെ കാരണം. ഇത് ആർക്കറിയാം? ഹൈക്കോടതിയിലെ ജഡ്ജിക്കറിയാം. അതിന്റെ ഉത്തരവാണ് ഇനി 2 ആഴ്ച ഇല്ല. ആ 2 ആഴ്ചക്കകം അടച്ചെങ്കിൽ 30,000 രൂപ നിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അടച്ചിട്ട് സമർപ്പിച്ചാ മതി എന്ന് പറഞ്ഞു. അതാണ് പരിശേഷം. ഇനി എന്താ രണ്ടാമത്തെ ഡിമാൻഡ്? എന്താ? ഞാൻ ഒന്നാമത്തെ ഡിമാൻഡിന്റെ കാര്യം. രണ്ടാമത്തെ ഡിമാൻഡ് എന്താ? 6/9/24 പവർ സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന ഉത്തരവ് എന്ത് ചെയ്യും? പെൻഷൻ അസ്ഥിരപ്പെടുത്തും. ഇപ്പൊ സുസ്ഥിരമായി ഈ പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതാക്കന്മാരൊക്കെ ഇരിക്കണ പോലെ കൊടവയും വെച്ച് ഏമ്പോക്കവും വിട്ട് വിശ്വാസവും വിട്ട് തിന്ന് വീർത്ത് ചീർത്ത് സുസ്ഥിരമായിട്ട് അങ്ങനെ KSEBയുടെ പെൻഷൻ ഇരിക്കുകയാണ്, വിരാജിക്കുകയാണ്. പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നു. പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് വൈദ്യുതി ബോർഡിന്റെ CMD പറയുന്നു. അങ്ങനെ സുസ്ഥിരമായിട്ട് വിളനിന്ന നമ്മുടെ പെൻഷനെ എന്ത് ചെയ്തു? KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ കുലദ്രോഹികളുടെ ഒരു സംഘടന അത് അസ്ഥിരപ്പെടുത്തി. എങ്ങനെ അസ്ഥിരപ്പെടുത്തി? ഭയങ്കര പാടുപെട്ട സ്ഥിരം. ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനിയാവുന്ന സമയത്ത് ത്രികക്ഷി കരാർ രൂപപ്പെടുത്തുവാൻ, ട്രാൻസ്ഫർ സ്കീം രൂപപ്പെടുത്തുവാൻ നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ ട്രേഡ് യൂണിയന്റെ നിന്റെയൊക്കെ 3 തലമുറ അപ്പുറത്തുള്ള നേതാക്കന്മാരുമായി കേരളത്തിന്റെ നിയമസഭയ്ക്ക് മാർച്ച് നടത്തിയവരാണ്. പെൻഷനേഴ്സ് കൂട്ടായ്മയിൽ ത്രികക്ഷി കരാറിൽ ഒപ്പിട്ടിട്ടുള്ള 11, 20, 21 കയ്യൊപ്പുകളിൽ 12 കയ്യൊപ്പുകൾ പെൻഷനേഴ്സ് കൂട്ടായ്മയിൽ ഇന്ന് അംഗങ്ങളായിട്ടുള്ളവരുടേതാണ്. അപ്പൊ ത്രികക്ഷി കരാറും പെൻഷൻ സുരക്ഷയും ട്രാൻസ്ഫർ സ്കീമും മാസ്റ്റർ ട്രസ്റ്റും ഒന്നും ഞങ്ങളെ പഠിപ്പിക്കാനുള്ള പ്രായം നിനക്കൊന്നുമായിട്ടില്ല. അതിനുള്ള പ്രായമായിട്ടില്ല. ഞാൻ പറയാം എന്താണ് ട്രാൻസ്ഫർ സ്കീം എന്ന്. 31/10/2013 കമ്പനിയിലേക്ക് KSEB ലിമിറ്റഡിന്റെ ആസ്തിബാധ്യതകൾ കൈമാറുവാൻ സർക്കാർ നിക്ഷിപ്തമാക്കിയത് എന്നാണ് ആസ്തി ബാധ്യത അറിയാമോ? 2008 സെപ്റ്റംബർ മാസം 25-ാം തീയതിയാണ്. ട്രേഡ് യൂണിയൻകാരൊക്കെ ഒന്ന് എഴുതി വെക്കണം. നേതാവായിട്ട് എഴുതി നടത്താൻ പോരാ, ഇതൊക്കെ വായിക്കണം. 2008 സെപ്റ്റംബർ മാസം 25-ാം തീയതി കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്തി ബാധ്യതകൾ കേരള സർക്കാർ ഏറ്റെടുത്തിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് എന്ത് കൊടുത്തു? കമ്പനിക്ക് എന്ത് കൊടുത്തു? ഇത് കൊടുത്തു. ഇലക്ട്രിസിറ്റി ബോർഡിന് എന്ത് കൊടുത്തു? ഒരു റബ്ബർ സ്റ്റാമ്പ്. അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ ഒപ്പിട്ട് അതിന്റെ ഡേ ടു ഡേ അഫയേഴ്സ്, അതിന്റെ നിത്യവ്യവഹാരങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ അധികാരപ്പെടുത്തിയ ഒരു റബ്ബർ സ്റ്റാമ്പ് സർക്കാരിന് വേണ്ടി വ്യവഹാരം. അങ്ങനെ 2008 ഏറ്റെടുത്ത ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്തി ബാധ്യതകൾ 2013 വരെ കൈമാറാൻ നീണ്ടുപോയത് എന്താണെന്ന് എന്റെ പൊന്നുമക്കൾ പഠിക്കണം. അല്ലെങ്കിൽ വർക്കേഴ്സ് അസോസിയേഷന്റെ അന്നത്തെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന നേതാവായിരുന്ന ശ്രീ KO ഹബീബ്, അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കണം. കാരണം ത്രികക്ഷി കരാറിൽ ത്രികക്ഷി കരാറിൽ 3-ാം കക്ഷിയായ ട്രേഡ് യൂണിയൻ പ്രതിനിധികളിൽ 1-ാമത്തെ ഒപ്പുകാരൻ ശ്രീ KO ഹബീബാണ്. അദ്ദേഹത്തോട് ചോദിക്കണം,
അങ്ങനെ ആദ്യം ഒരു ട്രാൻസ്ഫർ സ്കീം ഉണ്ടാക്കി. ആ ട്രാൻസ്ഫർ സ്കീമിൽ ഇലക്ട്രിസിറ്റി ബോർഡിന് നേരിട്ട് നിയമനം, ഇലക്ട്രിസിറ്റി ബോർഡിന് നേരിട്ട് പ്രമോഷൻ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒന്നുകിൽ KSR ആനുകൂല്യമില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആനുകൂല്യമില്ല. പെൻഷൻ പ്രായം 58. അതുകൊണ്ട് ആ മധുരത്തിൽ കടിപ്പിക്കാനായിരുന്നു ശ്രമം. ആ മധുരത്തിൽ നട്ടിച്ചാൽ ബാക്കി കാര്യമൊക്കെ എളുപ്പത്തിൽ നടത്താം എന്നായിരുന്നു. നമ്മൾ KSEB-യിലെ വിവിധ ട്രേഡ് യൂണിയനുകൾ, അതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, വിവിധ ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇലക്ട്രിസിറ്റി ആക്ട് 2003 സെക്ഷൻ 133 പ്രതിപാദിക്കുന്ന രീതിയിൽ നമ്മൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ അണുവിട വ്യത്യാസമില്ലാത്ത, കുറവില്ലാത്ത ആനുകൂല്യ സംരക്ഷണമാണ് ഇലക്ട്രിസിറ്റി ആക്ട് പോലും നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ നിന്നുണ്ടോ ആ ആനുകൂല്യങ്ങൾ നിലനിർത്തി, ആ പ്രമോഷൻ നിലനിർത്തി, PSC വഴിയുള്ള നിയമനം നിലനിർത്തി, ലീവ് സറണ്ടർ നിലനിർത്തി, കമ്മ്യൂട്ടേഷൻ നിലനിർത്തി, ഗ്രാറ്റുവിറ്റി നിലനിർത്തി, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെയും KSR-ന്റെയും ആനുകൂല്യങ്ങൾ ഒരുപോലെ നിലനിർത്തി നമുക്ക് സംരക്ഷിക്കണം. കാരണം എന്താ? 1957 ഇലക്ട്രിസിറ്റി ബോർഡ് രൂപീകരിക്കുമ്പോ, സപ്ലൈ ആക്ട് അനുസരിച്ച് രൂപീകൃതമാകുമ്പോ അതിനു മുമ്പ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതുപോലെ കമ്പനിയിലേക്ക് കൈമാറിയ പോലെ അന്ന് ജീവനക്കാരെ കൈമാറി. അന്ന് സർക്കാരിലേക്ക് ഒരു ഉത്തരവുണ്ട്. നമ്മുടെ ഈ ട്രാൻസ്ഫർ സ്കീം പോലെ തന്നെ അന്ന് ഇറക്കിയ ഉത്തരവ്. ആ ഉത്തരവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളെക്കാൾ ഉപരി വ്യവസായ തർക്ക നിയമത്തിന്റെ പരിരക്ഷ കൂടി നിങ്ങൾക്ക് നൽകാം. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ജീവനക്കാരെ, ഉദ്യോഗാർത്ഥികളെ വിളിച്ചുകൊണ്ടുപോകുന്നതും സർക്കാർ സർവീസിൽ നിന്ന് ഉദ്യോഗം രാജിവെച്ചു വരെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഉദ്യോഗാർത്ഥികൾ വന്നതും അങ്ങനെയാണ്. ഇതൊക്കെ പഠിക്കണം. ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തൊഴിൽ ചരിത്രമാണ്. ഇത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ട്രേഡ് യൂണിയൻ ചരിത്രമാണ്. അത് ഷർട്ടിന് കഞ്ഞി മുക്കുന്നതിന് മുമ്പ് നേതാക്കന്മാർ പഠിക്കണം. അങ്ങനെ ത്രികക്ഷി കരാർ ഉണ്ടാക്കി. ത്രികക്ഷി കരാർ അനുസരിച്ച് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ നിലനിർത്താൻ തീരുമാനിച്ചു. ഏറ്റവും വലിയ ബാധ്യത പെൻഷൻ ബാധ്യതയാണ്. കമ്പനിയാവുന്ന സമയത്താകട്ടെ ഈ ബാധ്യത പോലും ചിട്ടപ്പെടുത്തിയിട്ടില്ല. കമ്പനിയാവുന്ന സമയത്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ബാധ്യത എന്ന് പറയുന്നത് അതിനേക്കാൾ 2 കൊല്ലവും 1 മാസവും മുമ്പുള്ള 2011 സെപ്റ്റംബർ 30 വരെയുള്ള ബാധ്യതയാണ്. ആ ബാധ്യത 7,584 കോടി രൂപയായിരുന്നു. ആ 7,584 കോടി രൂപ 2011 സെപ്റ്റംബർ 30 വരെയുള്ള പെൻഷൻ ബാധ്യതയാണ്. അത് നിർവഹിക്കുവാനുള്ള ഒരു സ്കീം ഉണ്ടാക്കി, ട്രാൻസ്ഫർ സ്കീമിൽ. ആ സ്കീം എന്തായിരുന്നു? ആ സ്കീം എന്ന് പറയുന്നത് ആ കമ്പനി ആകുന്നത് വരെയുള്ള പെൻഷൻ ബാധ്യതയുടെ 35% സർക്കാരും 65% ഇലക്ട്രിസിറ്റി ബോർഡും വഹിക്കും. പിന്നീട് വർഷാവർഷം വരുന്ന അധിക ബാധ്യത ഇലക്ട്രിസിറ്റി ബോർഡ് എന്ത് ചെയ്യണം? വാർഷിക പെൻഷൻ വിഹിതമായി മാസ്റ്റർ ട്രസ്റ്റ് നൽകണം. പെൻഷൻ കൊടുക്കുവാനായിട്ട്, പെൻഷൻ ബാധ്യത നിർവഹിക്കുവാനായിട്ട് ഒരു മാസ്റ്റർ ട്രസ്റ്റ് രൂപീകരിക്കും. 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചുള്ള ഒരു മാസ്റ്റർ ട്രസ്റ്റ് രൂപീകരിക്കും. ആ മാസ്റ്റർ ട്രസ്റ്റിൽ ഈ പറയുന്ന തുക ഇലക്ട്രിസിറ്റി ബോർഡ് നിക്ഷേപിക്കണം. അതിൽ 35% സർക്കാരിന്റെ വിഹിതമായി 2012 മാർച്ച് മാസം 31 വരെയുള്ള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയിൽ നിന്ന് നിങ്ങൾ അത് വിനിയോഗിക്കണം. കമ്പനി ആകുന്നതിന് മുമ്പുള്ള കൈവശമുള്ള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയാണെന്ന് കൂടി നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു. ഈ 7,584 കോടി രൂപയിൽ നിന്ന് കമ്പനി ആകുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ഭാവി പെൻഷൻ ബാധ്യത കണക്കാക്കും. 7,584 രൂപ എന്ന് പറയുന്നത് 2011 പെൻഷൻ ബാധ്യതയാണ്. കമ്പനി ആകുന്ന
എന്നാണ് 2013 ഒക്ടോബർ 31-നാണ്. അപ്പോ അങ്ങനെ പിന്നീട് കണക്കാക്കുമ്പോൾ, ഇപ്പൊ കണക്കാക്കിയിട്ടില്ല, കണക്കാക്കുമ്പോൾ ഈ 7584 കുറവ് വന്നാൽ ആ കുറവും ഇതേ അനുപാതത്തിൽ നിർവഹിക്കും. 35% സർക്കാർ വഹിക്കും, 65% KSEB വഹിക്കും. അതിനുപയുക്തമായ ബോണ്ടുകൾ ഇലക്ട്രിസിറ്റി ബോർഡ് പുറപ്പെടുവിക്കണം. അങ്ങനെ ബോണ്ടുകൾ പുറപ്പെടുവിച്ചും സർക്കാരിൽ നിന്ന് ഡ്യൂട്ടി കൈവശം വെച്ചും എല്ലാ വർഷവും ഒരു സാമ്പത്തിക വർഷത്തിന്റെ 1-ാമത്തെ ദിവസം ഏപ്രിൽ 1-ാം തീയതി ഈ ബോണ്ടുകളുടെ മുതലും പലിശയും മാസ്റ്റർ ട്രസ്റ്റിൽ അടയ്ക്കണം. ആരടയ്ക്കണം? ഇലക്ട്രിസിറ്റി ബോർഡ് അടയ്ക്കണം. അതിൽ നിന്നുള്ള പലിശയുടെ വരുമാനമാണ് പെൻഷൻ കൊടുക്കേണ്ടത്. അല്ലാതെ വിറ്റിരിട്ടിരിക്കുന്നിടത്ത് കുത്തി തിന്നുകയല്ല വേണ്ടത്. ബോണ്ടുകളുടെ മൂലധനം, ബോണ്ടുകളുടെ പ്രിൻസിപ്പൽ, അതിന്റെ ലഭിക്കുന്ന തിരിച്ചടവ് തുക അതുപോലെ തന്നെ മാസ്റ്റർ ട്രസ്റ്റിൽ ഉണ്ടാകണം. അത് നിക്ഷേപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പെൻഷൻ ബാധ്യതയുടെ നിർവഹണത്തിന് ഉപയോഗിക്കുന്നത്. അത് തികയാതെ വന്നാൽ അതിന്റെ ബാക്കി കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ എംപ്ലോയർ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബോർഡാണ്, അല്ലാതെ സർക്കാരല്ല. അതാണ് ട്രാൻസ്ഫർ സ്കീമിന്റെ 6-9 മുതൽ ഉള്ള 5 വകുപ്പുകളാണ്. അപ്പോ ഇങ്ങനെ ട്രാൻസ്ഫർ സ്കീം ഇറക്കി, വാല്യുവേഷൻ നടത്തി, 7584 രൂപ കമ്പനിയാകുന്ന സമയത്ത് 12419 കോടി രൂപയാണ് കമ്പനിയാകുന്ന സമയം വരെയുള്ള പെൻഷൻ ബാധ്യത എന്ന് ആക്ച്വറിയൽ വാല്യുവേഷൻ കണ്ടെത്തി. 2015 കണ്ടെത്തി, 2 വർഷം കഴിഞ്ഞാണ് കണ്ടെത്തി. 2014 1 വർഷം. അപ്പോ ഇങ്ങനെ ആദ്യം ഉണ്ടാക്കിയ ട്രാൻസ്ഫർ വ്യവസ്ഥ അനുസരിച്ച് 31/10/2013 ട്രാൻസ്ഫർ വ്യവസ്ഥ ഇറക്കി. 1/8/2014 ഇലക്ട്രിസിറ്റി ബോർഡിലെ 11 ട്രേഡ് യൂണിയനുകൾ 3-ാം കക്ഷികളായും സർക്കാർ 1-ാം കക്ഷിയായും ഇലക്ട്രിസിറ്റി ബോർഡ് 2-ാം കക്ഷിയായും ഒരു ത്രികക്ഷി കരാറുണ്ട്. നേരത്തെ പറഞ്ഞ ആ വ്യവസ്ഥകൾ ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. ദി ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് KSEB ലിമിറ്റഡ് ഹിയർബൈ ഗ്യാരണ്ടി ദാറ്റ് എന്നാണ്. ത്രികക്ഷി കരാർ തുടങ്ങുന്നത് തന്നെയാണ്. ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. ആർക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു? 3-ാം കക്ഷിയായ വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയനുകൾക്ക് ഉറപ്പ് നൽകുന്നു, വാഗ്ദത്തം നൽകുന്നു. ട്രേഡ് യൂണിയനുകൾക്കും ഓഫീസർ സംഘടനകൾക്കും വാഗ്ദത്തം ചെയ്യും. ആർക്കും വാഗ്ദത്തം ചെയ്തില്ല. ആർക്കാ വാഗ്ദത്തം ചെയ്യാതിരുന്നത്? അന്ന് 20-30 വർഷം യുവത്വം കൈവരിച്ച ആചാനുബാഹുവായ തിന്നു തീർത്ത് കൊഴുത്ത് നിന്നിരുന്ന പെൻഷനേഴ്സ് അസോസിയേഷൻ ത്രികക്ഷി കരാറിൽ ഒപ്പിട്ടില്ല. കാരണം നല്ല കൈക്കരുത്തായിരുന്നു. ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ത്രികക്ഷി കരാറിന് പാർട്ടി ട്രസ്റ്റിലും പെൻഷൻ ഫണ്ടിനും വിശ്വാസമില്ല. ഞങ്ങൾക്ക് എന്തുണ്ട്? ഞങ്ങൾ വെൽഫെയർ ഫണ്ട് തുടങ്ങുന്നു. ഞങ്ങൾ മാസം 200 രൂപ വെച്ച് പിരിച്ചു പറ്റിച്ച് 18 കോടി ഉണ്ടാക്കി അതിന്റെ പലിശ കൊണ്ട് ജീവിക്കാം എന്ന് നേതാക്കന്മാർ തീരുമാനിച്ചു. അന്ന് 27,000 പെൻഷൻകാരനും അത്രയും തന്നെയുള്ള വൈദ്യുതി ബോർഡിലെ ജീവനക്കാരനും വേണ്ടി ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കിയിട്ട് അതിലൊപ്പിടാൻ പോലും കഴിയാത്ത കഴിവുകെട്ട എരണപ്പെട്ടവന്മാരാണ് KSEBയിലെ പെൻഷൻകാരുടെ അപ്പോസ്തലൻ. അവരാണ് അപ്പോസ്തലൻ. ഇപ്പൊ ഒസ്യത്ത് എഴുതി കൊടുത്തിരിക്കുകയാണ്, മരണപത്രം എഴുതി കൊടുത്തിരിക്കുകയാണ്. ഈ സ്വത്തും ഇതൊക്കെ കൂടി തന്നേക്കാൻ, ഞങ്ങളെ ഒന്ന് ചുമന്നേക്കാൻ NCCOE ഒസ്യത്ത് വിൽപ്പത്രം എഴുതി കൊടുത്തു. അങ്ങനെ മഞ്ഞളിലേക്ക് KSEB പെൻഷൻകാരനെ കൊണ്ടുനടക്കുന്ന സാധനത്തിന്റെ പേരാണ്, വിചിത്ര ജീവിയുടെ പേരാണ് പെൻഷനേഴ്സ്. അതാണ്. അപ്പോ അങ്ങനെ ത്രികക്ഷി കരാറുണ്ടായി 1/8/2014.
അതിലെ മൂന്നാം കക്ഷിയുടെ ഒന്നാം പ്രതിനിധിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വർക്കേഴ്സ് അസോസിയേഷന്റെ മുൻകാല നേതാവ് കെ യോഗ. 1/8/2014 തിരുകക്ഷി കരാറുണ്ടായി. 28/1/2015 ആക്ച്വറിയൽ വാല്യുവേഷൻ വഴി നിർണയിച്ച 12,419 രൂപയുടെ നിക്ഷേപത്തിനു വേണ്ടി ഒറിജിനൽ ട്രാൻസ്ഫർ സ്കീമിന്റെ 6-9 വകുപ്പ് അമെൻഡ് ചെയ്തു, ഭേദഗതി. അതാണ് നിങ്ങൾ ആരും അറിയാതെ പോയ ഈ പറയുന്ന ട്രേഡ് യൂണിയൻകാരനും ഈ 30 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മന്ദബുദ്ധികളായ പെൻഷൻ സംഘടനക്കാരും അറിയാതെ കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട കാർബോറാണ്ടം യൂണിവേഴ്സൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റിച്ച് കരണ്ട് വിറ്റ് മറിച്ചു വിറ്റ് കാശുണ്ടാക്കിയ കാർബോറാണ്ടം യൂണിവേഴ്സലിന് മണിയാർ മറിച്ചു വിൽക്കാൻ നടക്കുന്ന ആളുകൾക്ക് ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. NCCOE പറഞ്ഞു കേന്ദ്രവിരുദ്ധത അവസാനിപ്പിക്കുക. എന്തേ മണിയാറിന്റെ കാര്യത്തിൽ ഒന്നും പറയാത്തു? എന്തേ തുമ്പി മിണ്ടാത്തു? എന്താ കാരണം? ഓഫീസേഴ്സ് അസോസിയേഷൻ ഔദ്യോഗികമായി നേരത്തെ ഇറക്കിയില്ലേ, ഞങ്ങൾ മണിയാർ കൊടുക്കരുത്, ഞങ്ങൾ മണിയാർ കൊടുപ്പിക്കില്ല. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം മണിയാർ ഇനി ഒഴുകും, വിളിക്കാതെ ഒഴുകും. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഒന്നും മിണ്ടുന്നില്ലല്ലോ. മാസ്റ്റർ ട്രസ്റ്റ് എന്താണെന്ന് വായിച്ച് പഠിക്കണ മഠന്മാര്. മാസ്റ്റർ ട്രസ്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗമല്ല. ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ മാസ്റ്റർ ട്രസ്റ്റ് 1882 ഇന്ത്യൻ ട്രസ്റ്റ് നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ഭരിക്കുന്നത് ആരാണ് ഭരിക്കേണ്ടത്? അതിനകത്ത് പരമാവധി 15 അംഗങ്ങൾ ഉണ്ടാകും. അതിന്റെ മാസ്റ്റർ ട്രസ്റ്റുകൾ ആരാണ്? പ്രിൻസിപ്പൽ ട്രസ്റ്റുകൾ ആരൊക്കെയാണ്? സംസ്ഥാന സർക്കാരിന്റെ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി. പിന്നെ ആരാണ്? പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ CMD. പിന്നെ ആരൊക്കെയാണ്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഡയറക്ടർമാർ. പിന്നെ ആരൊക്കെയാണ്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ CHRM. പിന്നെ ആരാണ്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഫിനാൻഷ്യൽ അഡ്വൈസർ. പിന്നെ ആരാണ്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സെക്രട്ടറി. പിന്നെ ആരാണ്? ഇലക്ട്രിസിറ്റി ബോർഡിലെ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ. എടാ, നിന്റെയൊക്കെ കയ്യിലാണ് ഈ ട്രസ്റ്റ് സംബന്ധിച്ചും ഒക്കെ വന്നതുകൊണ്ടാണ്. അത് ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കണ്ടേ? ഇലക്ട്രിസിറ്റി ബോർഡ് നേരിട്ടൊരാളെ നിയമിച്ചാൽ അയാൾക്ക് NPS 10% പെൻഷൻ കോൺട്രിബ്യൂഷൻ ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കണ്ടേ? ഈ 19,000 തൊഴിലാളികൾ കഴുതകളെ പോലെ പെൻഷൻ ആനുകൂല്യം, പെൻഷൻ വിഹിതം കിട്ടാതെ പണിയെടുക്കാനുള്ള കഴുത ജന്മങ്ങളാണോ? അതിന്റെ കോവർ കഴുതകളാണോ ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ? കോവർ കഴുതകളാണോ? അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? എന്താ മഴ കുട മഴ വന്നാൽ പോപ്പിക്കൂട, അങ്ങനെയൊക്കെ മുദ്രാവാക്യം. ഒരുത്തൻ പറയുന്നു മാസ്റ്റർ ട്രസ്റ്റ് സജ്ജമാക്കണം, അതിനകത്തുള്ള വേറൊരുത്തൻ പറയുന്നു പെൻഷൻ ഫണ്ട് അപ്രായോഗികം. എന്നിട്ട് അതിന്റെ താഴെ പെൻഷൻ സുരക്ഷ, ജീവിത സുരക്ഷ. മഴ കുട വന്നാൽ പോപ്പിക്കൂട. ഇതാണോ ട്രേഡ് യൂണിയൻ? ഇതാണോ NCCOE? നാണമില്ലേ ഈ സംഘടനകൾക്കൊക്കെ? എന്തുമാത്രം സമരചരിത്രമുള്ളതാണ്. നാണമില്ലേ ഇതും കൊണ്ട് ഇപ്പൊ ചുവന്ന് കിടക്കുന്ന 4 നേതാക്കന്മാർക്ക്? അങ്ങനെ ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് പറയുന്നത്. ഈ ഉത്തരവ് റദ്ദാക്കിയാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരനും പെൻഷൻകാരനും ഭാവിയിൽ പെൻഷനില്ല. KSRTC ആണ്, KSEB എന്ന് തിരിച്ചറിയാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മണിയാർ, NTPCയുടെ കായംകുളം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുടെ അവസ്ഥ. മണിയാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വ്യവസായ വകുപ്പ് എന്താ പറയുന്നത്? ഇത് 0.09% ഉള്ളൂ. കേരളത്തിന്റെ ആവശ്യകതയുണ്ടല്ലോ, വൈദ്യുതി ആവശ്യകത. ആ വൈദ്യുതി ആവശ്യകത 0.09 ഉള്ളൂ, 0.1% ഉള്ളൂ.
കേരളത്തിൽ ആവശ്യമായ വൈദ്യുതിയുടെ എത്ര ശതമാനമാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്? 60% പുറത്തുനിന്ന് വാങ്ങുന്ന ആളാണ് 0.0. ഇത് കണക്ക് കൊണ്ടെന്താ കളിക്കുന്നു? കേരളത്തിൽ എത്ര ആളുകള് നമ്മുടെ കൊറോണ പിടിച്ച് മരിച്ചുപോയി? ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? കുറെ ദശാംശം കഴിഞ്ഞ് കുറെ പൂജ്യം ഒന്ന് ഉയർത്താൻ മതി. എത്ര ശതമാനം വൈദ്യുതിയാണ് 13 രൂപ 40 പൈസയ്ക്ക് മേടിച്ചത്? എത്ര ശതമാനം വൈദ്യുതിയാണ്? അതിന്റെ എത്ര ശതമാനമാണ് മണിയാർ ഉത്പാദിപ്പിക്കുന്നത്? അതിന്റെ എത്ര ശതമാനമാണ്? അതിന്റെ എത്ര ശതമാനമാണ്? എന്താ ഇത് വിറ്റ് കാശ് മേടിക്കാൻ പോകുകയല്ലേ? ഇതിന്റെ ഷെയർ വിറ്റ് കാശ് മേടിക്കുന്നതിന്റെ മുന്നോടിയാണ് കാർബോറാട്ടം യൂണിവേഴ്സൽ എന്ന് പറയുന്ന കമ്പനി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത് നമ്മുടെ പഴയ പവർ ദൗർലഭ്യ കാലത്ത് നമ്മൾ 100% പവർ കട്ട് ഏർപ്പെടുത്തിയ കമ്പനികളുടെ വിഭാഗത്തിലാണ്. കരണ്ട് തീരി കമ്പനികൾ എന്ന് പറയും. കളമശ്ശേരിയിലോ ആലുവയിലോ അങ്കമാലിയിലോ മറ്റുള്ള ഇൻഡാൽ, എഴുപുന്നയിൽ ഉണ്ടായിരുന്ന ഫോസ്ഫറസ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ PACT. എന്താ കാരണം? ഇതിന്റെയൊക്കെ റോ മെറ്റീരിയൽ എന്ന് പറയുന്ന വൈദ്യുതിയാണ്, ഫർണസാണ്, മെറ്റലർജിക്കൽ ഇൻഡസ്ട്രിയാണ്. അതിനുവേണ്ട വൈദ്യുതി വളരെ കൂടുതലാണ്. അതാണ് 50 പൈസയ്ക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് 3000 പേർക്ക് പണിയെടുക്കുന്നു. ഇപ്പൊ 1000 പേർക്ക് പണിയില്ല. പണ്ട് പാലക്കാട്ട് കഞ്ചിക്കോട്ട് കരണ്ട് കൊടുത്തിട്ട് അത് വിറ്റ് കാശ് മേടിച്ചു. ഇത് കമ്പനി വിറ്റ് കാശ് മേടിച്ചു. അങ്ങനെ മറ്റൊരു ലാഭത്തിനാണിത്, മറ്റൊരു കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട കമ്പനിയാണിത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നടത്തിയ ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ CMD എഴുതിയ കത്ത്, ആ കത്തിനകത്ത് പറയുന്നു ഇവർ ക്രമക്കേട് നടത്തിയിരിക്കുന്നു, ഇവർ കോടിക്കണക്കിന് രൂപ ഇലക്ട്രിസിറ്റി ബോർഡിനെ വെട്ടിച്ചിരിക്കുന്നു. ഇത് ആർക്കൈവിനെ ചുമന്നുകൊണ്ടുള്ള കനത്ര ദണ്ണം. NTPC 6000 കോടിയിലധികം രൂപ നമ്മുടെ കൊണ്ടുപോയതാണ്. ഒരു യൂണിറ്റ് കരണ്ട് നമുക്ക് നൽകാതെ 6000 കോടി രൂപ, 100 കോടി രൂപയാണ് ഒരു കൊല്ലം നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതിനു മുമ്പ് ടീക്കോവിന് 100 ഏക്കർ ബ്രഹ്മപുരം 52 കോടി കാശ് തരാം. 1 ലക്ഷം രൂപയാണ് ബോർഡ് ചോദിച്ചത്. 52 ലക്ഷം തരാം എന്നും പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോയിട്ട് 52 ലക്ഷം 1 സെന്റിന് വെച്ച് 52 കോടി രൂപ തരാം എന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് എത്ര കോടി നൽകി? 7 കോടി നൽകി. 7 കോടി നൽകി. 100 ഏക്കറിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭൂമിയാണ്. ടീക്കോയുമായി കരാർ അവസാനിപ്പിച്ചു. ഇപ്പൊ വേറെ ആർക്കോ കൊടുക്കുന്നു. നമ്മുടെ കോടി എവിടെ? നമ്മളെ കോടി മുതപ്പിക്കാനാണിത്. നമുക്ക് കോടി തരാനല്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻകാരനെയും ജീവനക്കാരനെയും കുളിപ്പിച്ച് കോടി മുതപ്പിച്ച് കിടത്തി സംസ്കരിക്കാനുള്ള കുറുക്കു വഴികൾക്ക് കൂട്ട് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം 9 നമ്മൾ പഴയ നാടോടി കഥകൾ പറയുന്ന കരിയിലയും മണ്ണാങ്കട്ടയും പിന്നെ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും പിന്നെ കടലാസും കന്നാസും എന്നൊക്കെ പറയുന്ന പോലെ പെൻഷൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആളുകളൊക്കെ എത്തിച്ചിരുന്നു. മാസ്റ്റർ ട്രസ്റ്റ് വേണമെന്ന് പറയുന്നവൻ കൂടെ നിൽക്കുന്നു, വേണ്ട എന്ന് പറയുന്നവൻ കൂടെ നിൽക്കുന്നു, പെൻഷൻ ഫണ്ട് അപ്രായോഗികമാണെന്ന് പറയുന്നവൻ കൂടെ നിൽക്കുന്നു, കരാർ ബഹിഷ്കരിച്ചവൻ കൂടെ. ഇത് മനസ്സിലാക്കുവാൻ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരനെയും പെൻഷൻകാരനെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ വൈദ്യുതിയിൽ വിടവാങ്ങും. യോഗത്തിന് ആശംസ അർപ്പിക്കാനായിട്ട് CGO സാറിനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, വിശിഷ്ടാതിഥികളെ, പെൻഷൻ സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കാൻ ഞാൻ മുതിരുന്നില്ല. നമ്മളുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം പെൻഷൻ സുരക്ഷ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ശ്രീ BP രാധാകൃഷ്ണൻ ഇപ്പോൾ നിലവിൽ തന്നെ വളരെ വിശദമായി വിശദീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ പെൻഷനേഴ്സ് കൂട്ടായ്മ വളരെ സുതാര്യമായ രീതിയിൽ ഒരു പക്ഷപാതിത്വമില്ലാതെ പെൻഷൻ സുരക്ഷയ്ക്കും സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും
നമ്മളുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പത്മനാഭൻ സാറിനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, പ്രിയ സുഹൃത്തുക്കളെ, വൈകിയ വേളയാണ്. ഒരു നന്ദി പ്രകാശനത്തിന് മാത്രമേ ഉദ്യമിക്കുന്നുള്ളൂ. എങ്കിൽ തന്നെയും 3 വർഷം മാത്രം പ്രായമുള്ള നമ്മുടെ ഈ സംഘടന എന്ന് പറയുന്നത് പെൻഷനേഴ്സ് കൂട്ടായ്മ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് ആനുപാതികാലോചിതമായിട്ട് അതിനുള്ള മാറ്റങ്ങൾ വന്നപ്പോൾ ഇത് പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് പെൻഷനേഴ്സിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നതല്ല എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഓരോ പ്രവർത്തനം പോകുന്നത്. ഒന്ന്, പെൻഷൻ സുരക്ഷയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ അത് പെൻഷനേഴ്സ് കൂട്ടായ്മയും, അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നേരത്തെ നമ്മൾ ഇതുപോലെ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ, ജീവനക്കാർ, അവരും നാളെ പെൻഷനേഴ്സ് ആവും. അപ്പോൾ അവർക്കും കൂടെ കൂടിയിട്ടുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ സംഘടന എന്ന് പറയുന്നത് പെൻഷനേഴ്സിന്, ഇപ്പോൾ ഉള്ള പെൻഷനേഴ്സിന് കൂടാതെ ജീവനക്കാരിലേക്കും അത് മാറി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ പത്രത്തിലൂടെയൊക്കെ നമുക്കറിയാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണിയാർ പോലുള്ള പദ്ധതികളെല്ലാം നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് മുതൽക്കൂട്ടാകുന്നതിന് പകരമായിട്ട് മറ്റു തരത്തിലേക്ക് പോകുമ്പോൾ അത് മുഖാന്തരം ബോർഡിൻ്റെ സ്ഥിരതയെ അതെങ്ങനെ ബാധിക്കുന്നു, അതിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു, അത് അവസാനം ചെന്നെത്തുന്ന നമ്മുടെ കൺസ്യൂമർ, നമ്മളൊക്കെ ഓരോ ഉപഭോക്താക്കളാണല്ലോ. അപ്പോൾ അത് വന്നെത്തുന്നത് വീണ്ടും അതിൻ്റെ ഇമ്പാക്റ്റ് എത്തുന്നത് വീണ്ടും ഇവിടുത്തെ സാധാരണ ജനങ്ങളിലേക്കാണ്. അപ്പോൾ സാധാരണ ജനങ്ങളുടെ ആ വേദന കൂടി നമ്മൾ ഇപ്പോൾ പെൻഷനേഴ്സ് കൂട്ടായ്മ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ വിഭാവനം ചെയ്തതുപോലെ തന്നെ പെൻഷൻ സുരക്ഷയ്ക്കും സാമൂഹിക ക്ഷേമത്തിനുമുള്ള സ്വകാര്യ വേദി എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ജനവിഭാഗത്തെയും സ്പർശിച്ചുകൊണ്ട് അത് മുന്നേറുകയാണ്. എല്ലാ തരത്തിലുള്ള സഹകരണവും എല്ലാ ആളുകളിൽ നിന്നും, ഞാൻ ഈ പറയുന്ന ജീവനക്കാരിൽ നിന്നും, നമ്മൾ സാധാരണ ഉപഭോക്താക്കളിൽ നിന്നെല്ലാം വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളെയും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു അവസരം ഒരുക്കി തന്ന ഇവിടെ നമ്മുടെ ഡിവിഷൻ ഓഫീസിലെ മേധാവികളെയും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.